Did you get him? Yes, boss, come with me. Alex, do you know what disappoints me the most? I didn't mean to. You didn't mean to? That's funny because I didn't mean to make you bleed this much either. But here we are. Damien, you sold my weapons. My man died. My money burned. And you believed what? That Damien Cross wouldn't find out? Please, I had no choice. Everyone has a choice, Alex. You choose betrayal. I choose consequence. Do you know why they call me the fallen saint? Because I forgive saints. Only after the sinner stops breathing. Damien, please, I'll do anything. Betrayal dies here. Clean the mess, burn the body. No traces, no questions. Okay, boss. Victor, boss, today's paperwork accounts, shipments and the new contracts. Start with the accounts. Okay, boss. Our Dubai shipment profit 12.6 million. We received only 10.8. Someone schemed money in between. Find the gap. Name me the accountant handling the route. It's Samuel, boss. Bring him in tomorrow morning. If he lies, you know what to do? Yes, boss. ഹലോ എന്തേടാ? എടാ ചെറിയൊരു പണിയുണ്ട്, നീ ഒന്ന് വരോ? എന്ത് പണിയാ? ഒന്ന് വായ നോക്കാൻ പോവാനാ. എന്ത് വായ നോക്കാനോ? എടാ പൊട്ടൊന്ന് കണ്ണു തുറക്കോ, കുറെ നേരമല്ലേ നീ സ്വപ്നം കണ്ടെന്ന് കാണുന്നു. ഒന്ന് എനിക്കടാ, 10 മണി കഴിഞ്ഞു. അയ്യേ സ്വപ്നോ? എടാ ഒരു മാസം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്, നീ എന്തിനാ വന്ന് എണീപ്പിച്ചത് നാറി? ആടാ സ്വപ്നം കണ്ടിരിക്കാൻ പറ്റിയ സമയം. നീ വരുന്നുണ്ടോ കോളേജിലോട്ട്? എന്നാലും എന്റെ നടി പോലും അതിലെത്തിയിട്ടുണ്ടാകുന്നില്ല. അപ്പൊ ഇതിന് വന്നവൻ. നിനക്ക് കൃത്യനിഷ്ഠയില്ലെങ്കിലും എനിക്കുണ്ട്. വേഗം വരുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകുകയെ. ഓ വരാ. പിന്നില്ലേ, എന്റെ സ്വപ്നത്തിലെ വിക്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എന്റെ തോളോട് തോള് നിൽക്കുന്ന എന്റെ ചങ്ക്, അത് നീയായിരുന്നടാ. ഓ ശരിക്കും എന്റെ മോനാടാ. മാത്രല്ല നമ്മ പോളി ഇംഗ്ലീഷ് ആയിരുന്നു. ഓ ശരിക്കും അങ്ങനൊക്കെ ഇംഗ്ലീഷ് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. അല്ലേലും നമുക്ക് പുറമില്ലാത്ത കഴിവ് ഈ സ്വപ്നത്തിലുണ്ടാവും. അത് ശരിയാ. ഇറങ്ങ കോളേജ് എത്തി. ആഹാ, ഫസ്റ്റ് ഇയേഴ്സിനെ വരവേൽക്കാനായിട്ട് കോഴികളൊക്കെ പുറത്തുണ്ടല്ലോ. കഴിവേറുകൾ തന്നെ. നമ്മുടെ കോളേജിൽ ഇത്രയും കോഴികളുണ്ടെന്ന് അറിയണത് ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോഴാ. സത്യം, അത് പോയിട്ട്. പിന്നെ നമ്മളെപ്പോലുള്ള പാവങ്ങൾ ഈ കാര്യത്തിലൊന്നും ഇടപെടാത്തതുകൊണ്ട് നമ്മൾ നല്ല കുട്ടികൾ. അതെ, അതിനോട് ഞാൻ 100% യോജിക്കുന്നു. അല്ലാണ്ട് പെണ്ണ് കിട്ടാണ്ടോ ചെക്കൻ കിട്ടാണ്ടോ അല്ല. നീ ആൾക്കാരെ കൂടി അറിയിക്കുക, മിണ്ടാണ്ട് കിടക്കടാ. ജൂനിയർ സീനിയറിനെ തല്ലാണ്. വാഴ പോയി കാണാം. എന്തിനു? ഞാനൊന്നുമില്ല. എങ്ങനെ അവിടെ പോയി അടി കിട്ടിയാലുണ്ടല്ലോ ശരിയാവില്ല. എടാ പേടിത്തൂറ, ഇങ്ങനെ പേടിക്കാണ്ടിരിക്കേ. ഞാനും ഇല്ല നിന്റെ കൂടെ. നിനക്കൊന്നും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. വാ, അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. നാറി വാടാ. എടാ അലക്സിനാണല്ലോ ഇട്ട് പൊളിക്കണത്. ഓ, എന്റെ സ്വപ്നത്തിൽ അലക്സിനെ ഞാൻ കൊല്ലണതാ കണ്ടത്. എന്തായാലും ആ കൊച്ചു കൊടുക്കണല്ലോ. കൊടുക്കട്ടെ. എത്ര നടക്കാത്ത സ്വപ്നം. നോക്കി നിൽക്ക്, ആ കൊച്ചിന്റെ മുഖവും കാണുന്നില്ല. ആ തന്നെ, ബാക്ക് മാത്രം കാണിക്കാതെ ചെക്ക, മുഖം കൂടി കാണിക്കേ. അമ്മേ, ഓ എന്റെ പല്ല്, എന്റെ കവള്. എന്ത് കാണാൻ നിക്ക? എല്ലാം പോയേ. എന്താ ഇവിടെ അടി? ഇയാൾക്ക് അടിക്കോ? വന്നേ നീ. എടാ എന്റെ പല്ല്. അതൊക്കെ പിന്നെ നോക്കാം, വേം വാ.
ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ വന്നോളൂ അപ്പേതൊരു അടി ഇടിയും തുടങ്ങി. എന്താ ചെക്ക നിന്റെ പേര്? ഞാൻ ജൂഡ. കോഴ്സ് ഏതാ? BCA. അപ്പൊ BCA പഠിക്കുന്ന ജൂഡ. തനിക്ക് എന്തായിരുന്നു അവിടെ പ്രശ്നം? അവരെന്ത് ചെയ്തിട്ടാണ് താൻ അത്ര അവരിട്ട് അടിച്ചത്? അവൻ എന്റെ ബാഗ് തുറന്ന് എന്റെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം എടുത്ത് കഴിച്ചതിന്. എന്റെ ജൂഡ മോനെ, ഇതിപ്പോ ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് തല്ലണമെന്നുണ്ടോ? വന്നിവിടെ കംപ്ലൈന്റ് വരാൻ ഞങ്ങൾ അതിനുള്ള നടപടി എടുക്കൂലേ? നിങ്ങൾ ഉണ്ടെടുക്കും. പിന്നല്ലാതെ അവരിവിടുത്തെ വലിയ വലിയ ആൾക്കാരുടെ മക്കളാന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അവരെന്റെ ബാഗിൽ തൊട്ട് എന്റെ ഭക്ഷണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി ഞാൻ കൊടുക്കും. അതെന്റെ അമ്മ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി തന്നതാ. അത് ഇവന്മാർക്ക് കഴിക്കാനുള്ളതല്ല, എനിക്ക് കഴിക്കാനുള്ളതാ. കൊച്ചിനടുത്ത് ഞാനുള്ള കാരണം നിങ്ങളെ 4 എണ്ണത്തിനെയും ഇനി ഒരാഴ്ചത്തേക്ക് ക്ലാസ്സിൽ കണ്ടുപോകരുത്. ഇറങ്ങി പോ ഗെറ്റ് ഔട്ട്. നിന്നെ ഞങ്ങൾ എടുത്തോളാടാ. നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ. നീയൊക്കെ 40 കിലോ ഉണ്ടാവും, ഞാനേ 60. എടുക്കണ കാര്യമല്ല പറഞ്ഞത്, നിന്നെ ഞങ്ങൾ തട്ടുന്ന. കാണാ ഹോടാ കാണാ. മേ ഐ കം ഇൻ സാർ? വരൂ. സാറേ, എന്നാ സാറ് തന്ന കൂപ്പൺ ഒക്കെ വെച്ചിട്ടുണ്ട്. നീ എന്റെ മുത്താണ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. ഇഷ്ട. ഇനി ആ കമ്മീഷൻ ഇങ്ങോട്ട് എടുക്ക്. ഞാൻ വിചാരിച്ചു നീ അത് മറന്നെന്ന്. ഇന്നാ മോനെ കമ്മീഷൻ. പിന്നെ വെയിലത്ത് തെണ്ടി തിരിഞ്ഞ് വീടുകൾ കയറി ഇത് വിറ്റതും പോരാ, വന്നിട്ട് എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മറക്കൊന്നുമില്ല. മോനെ കവലെന്താ ചുമന്നെടുക്കുന്നേ? ഒന്നും പറയണ്ട സാറേ, ഒരു നാര അവിടെ അടിണ്ടാക്കിയില്ലേ, അവൻ്റെത് കിട്ടിയതാ. ഞാനൊന്നും ചെയ്തില്ലെന്നേ. എന്താ സാറേ? ഒന്നുമില്ല, നീ പൊക്കോ, നിന്റെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്നാ പോ. ഇയാൾക്ക് ഇതെന്താ? ആ നാറിവിളി എനിക്ക് ഇഷ്ടായി. കൊള്ളാം. ആണോ? എന്നാ ശരിട്ടാ നാറി. സാറേ, ആ പോയതാരാ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളതാ, BCA തന്നെ, 3rd ഇയർ. പൊന്നെ സാറേ, ഞാൻ ചോദിച്ചത് പേരാ. അത് ഡാമിയൻ. ഓക്കെ സാർ. ഒന്ന് മിണ്ടാണ്ടിരിക്കും നാറി. ഈ ഒച്ചൊക്കെ കേട്ട ആൾക്കാർക്ക് ഞാനിവിടെ വേറെന്തോ ചെയ്യണെന്ന്. വേനെടുക്കണോടാ, എനിക്ക് വേനെടുക്കോടാ. അമ്മാതിരിയടിയല്ലേ വാങ്ങിച്ചത്. നീ ഒരുത്തങ്കാരാണ്, ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാണ്. അപ്പൊ ജൂനിയർ തല്ലുപിടിക്കണോ? അതിനൊരു മാസ് ഫൈറ്റ് കാണാൻ പറ്റില്ലേ? അതോ അലക്സിനായിട്ട്? എന്തായാലും പോയി പാർക്ക് പോയി ഇരിക്കു പോയി. എന്റെ അപ്പിക്കൂട്ട, നീ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? നിന്റെ എന്ത് പോയിന്ന? ജസ്റ്റ് ഒരു അടിയല്ലേ, അതിപ്പോ മാറി മരുന്ന് വെച്ചാ. അപ്പി ഇതിന്റെ മറ്റവള്. ഞാൻ എന്റെ കൊച്ചിനെ അങ്ങനെ തന്നെ വിളിക്കാറ്, എന്റെ അപ്പി പോൾ. നിനക്ക് എങ്ങനെയാടാ പ്രേമിക്കണ കൊച്ചിനെ അപ്പിയായിട്ട് ഉപമിക്കാൻ തോന്നുന്നേ? അതൊക്കെ കഴിവല്ലേ മാൻ, കഴിവ്. അതെ, നീ ഒരു കഴിവേറ് തന്നെ. എക്സ്ക്യൂസ് മീ. എന്താണ് ഡാമി ഇങ്ങനെ പേടിക്കുന്നേ? ഡാഡാ, സീനിയറിനെ ബഹുമാനിക്കടാ. ഡാമി നിന്റെ മടി കടത്തി പേരിട്ട് തോന്നല്ലോ. എന്റെ മടിയിലല്ല കിടത്തി പേരിട്ടെ, എന്നാലും മടി കിടത്താൻ ഞാൻ തയ്യാറാണ്. നായേ, എന്താണ് ഡാമി? ആൻഡ് ഐ എം സോ സോറി. ഞാൻ വിചാരിച്ചില്ല ഡാമിക്ക് ഇങ്ങനെ ഒരു അടി കിട്ടുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരാളാണ് ഉന്നം വെച്ചത്, പക്ഷെ കൊണ്ടത് ഡാമിയുടെ ആ ബ്യൂട്ടിഫുൾ ചീക്സിലാണ്. എല്ലാം കഴിയുമ്പോൾ സോറി പറഞ്ഞു വരുന്ന നിന്നെ പോലെയുള്ള കുറെ തെണ്ടുകളെ എനിക്കറിയാം. എനിക്കിഷ്ടമല്ല അവരെ. നിനക്കറിയോ, എന്റെ ഈ വേൾഡ് വൈഡ് ഹാൻഡ്സം ഫേസ് ഞാൻ എത്ര ഭംഗിയിലാണ് കൊണ്ടു നടക്കണേന്ന്? അതിലൊരു പോരാട്ട എനിക്കിഷ്ടമല്ല. അവിടെ നീ അടിച്ച് 5 വിരലിന്റെ പാട് വരുത്തി. 1 2 3 4 4 നീ അടങ്ങിയിരുന്ന പന്നി. നീ എന്റെ ടീമാണോ അവന്റെ ടീമാണോ? ടീമൊക്കെ ഉണ്ടോ? എന്നാ ഞാൻ നിന്റെ ടീം. നിന്നൊക്കെ അവളെ എങ്ങനെയാടാ പ്രേമിച്ച്? ഇറങ്ങി പോടാ. അതെ, എന്റെ സ്കിൻ ആൻഡ് ഫേസ് ആൻഡ് ബോഡി ഇതൊക്കെ കണ്ട എന്റെ യോജുമോളെ പ്രണയിച്ചത്. അവൾക്ക് കണ്ണു കാണത്തില്ല, അതാണ് സത്യം. തന്റെ പേരെന്താ? ചോട്ടു. അല്ല, ഐ മീൻ ചരൺ. ഈ പന്നികൾ ചോട്ടു വിളിച്ചു സ്വന്തം പേര് മറന്നുപോയി ഞാൻ. വാട്ട് എവർ മിസ്റ്റർ ചോട്ടു, ഗെറ്റ് ഔട്ട്. എനിക്ക് ഡാമിയോട് സംസാരിക്കാനുണ്ട്. ഓക്കെ, യു ഗൈസ് കണ്ടിന്യൂ. എന്നോടൊന്ന് സംസാരിക്കാൻ? നീയൊക്കെ ഒരു ഫ്രണ്ടാണോടെ പറഞ്ഞ് ഇങ്ങോട്ട് വാടാ. അല്ല, അവൻ പറഞ്ഞ ഇറങ്ങി പോവാൻ. അവൻ പറഞ്ഞ നീ എന്തും ചെയ്യോ? അവനാണോ നിന്റെ കൂട്ടുകാരൻ? അല്ല, നീ പിന്നെ എന്താണ്? ഒരുത്തൻ പറയും ഇറങ്ങി പോവാൻ, പിന്നെ പറയും കേറി വരാൻ. ഇതെന്ത് വെള്ളരിക്കാൻ പൊട്ടണോ? അല്ലടാ, അമ്യൂസ്മെന്റ് പാർക്ക്. അടങ്ങി എവിടെ ഇരുന്നോ? നീ പോടാ. എന്താ? ഐ എം സോറി, വേണമെന്ന് വെച്ചിട്ടല്ല. ഞാൻ ക്ഷമിച്ചു. പോ. ഇപ്പൊ പോവാം, പിന്നെ കാണാം. ആയിക്കോട്ടെ. വിശ്വനെ,
ഒച്ചക്ക് എണ്ണ തന്നാലുണ്ടല്ലോ, നീ വന്ന് കേറിയ വശം തന്നെ നിന്റെ സ്വഭാവം എടുത്തല്ലേ. അത് പിന്നെ അവര് വന്ന് ചോദിക്കുമ്പോ പിന്നെ ഞാൻ എങ്ങനെയാ? എടാ, നീ ഇവിടെ വന്നതിനാകെ ഒരു ലക്ഷ്യമല്ലേ ഉള്ളൂ. ആ ലക്ഷ്യം ആദ്യം തന്നെ പൂർത്തിയാക്കും. അല്ലാണ്ട് ഇവിടെ വന്ന് കണ്ണി കണ്ട് പിള്ളേരിട്ട് അടിക്കല്ല വേണ്ടത്. എടാ, ഞാൻ എന്റെ ലക്ഷ്യത്തെ ഫോളോ ചെയ്യുന്നുണ്ടടാ. പക്ഷെ എന്റെ മുമ്പിൽ വരുന്ന കറിവേപ്പിലയുടെ മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്ത് കളയുന്നേ ഉള്ളൂ. പക്ഷേ ഭാവിയിൽ അത് നിനക്കൊരു പണിയാവും. പണിയാവാതെ ഞാൻ നോക്കിക്കോളാം. ആദ്യം മോൻ എന്തായാലും ക്ലാസ്സിൽ കയറാൻ നോക്ക്, എന്നിട്ട് മതി ലക്ഷ്യം. ഓക്കെ ഓക്കെ. ഹായ് മിസ്സേ, ഞങ്ങളൊന്ന് അകത്തോട്ട് കയറിക്കോട്ടെ? വാടാ വാടാ. ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെയൊക്കെ സീനിയർ ആണ്. എന്റെ പേര് അദ്വൈത്. എന്റെ ഇടവും വലവും നിൽക്കുന്നതും നിങ്ങളുടെ സീനിയേഴ്സ് തന്നെയാണ്. ഞങ്ങൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. ശരൺ എല്ലാം പറയും. ഹായ് ഗായ്സ്, നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലോ, എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജൂനിയേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ല ട്രീറ്റ് തരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. സോ ഞങ്ങൾ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 ഡേയ്സ് കഴിഞ്ഞാലാണ് ഓഡിറ്റോറിയം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഫ്രഷേഴ്സ് ഡേ. ഫ്രഷേഴ്സ് ഡേ എന്താണെന്ന് അറിയാത്തവർക്ക് ആദ്യം വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾ തരുന്ന ഒരു ട്രീറ്റ് ആണ്. ട്രീറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ കളികളും ഉണ്ടാവും. ഈ കളികളിൽ നിങ്ങൾക്ക് കുറെ ടാസ്കുകൾ ഞങ്ങൾ തരും. ഒരു മടിയും കൂടാതെ നിങ്ങളത് ചെയ്യണം. പാടാൻ അറിയാത്തവനെ കൊണ്ട് പാടിപ്പിക്കും, ഡാൻസ് കളിക്കാൻ അറിയാത്തവനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. അങ്ങനെ പലതരം പരിപാടികൾ. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വാ. 2 ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഫ്രഷേഴ്സ് ഡേ തന്നിരിക്കും. അത്രയൊക്കെ പറയാനുള്ളൂ. താങ്ക് യു. പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ കാണാം. ഡാമിയൻ, ഓ മിസ്സേ. മോരൊന്നും പറയാനില്ലേ? ഞാനിവരെ കൂടെ നിക്കാൻ വന്നതാ. എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാ. ഓ ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ സീനിയർ. എന്റെ പേര് ഡാമിയൻ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ. അപ്പൊ ബൈ. എന്റെ പൊന്നു ചൂടാ, നീ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കല്ലേ. പോടാ പോടാ, ഞാൻ ഇറക്കും. എന്റെ ചെക്കനെ അല്ലേ. വിശാൽ, കം ഹിയർ. ഒരു ഡാൻസ് കളിച്ചേ. എന്റെ പൊന്നേ ചേട്ടാ, എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞാണ് എല്ലാ ടാസ്കും എല്ലാവരും ചെയ്യണം. ചെയ്യൂ ചെയ്യൂ ചെയ്യൂ. ഇതാണോ ചെയ്യാനറിയില്ല എന്ന് പറഞ്ഞ അസലായിട്ട് കളിച്ചു. താങ്ക് യു ചേട്ടാ. യു ആർ വെൽക്കം. നെക്സ്റ്റ് താൻ വാ. നീ പെട്ടടാ പെട്ട്. ഹായ് സീനിയർ. ഹായ്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ടാസ്ക്, ഇവിടെ കാണുന്ന ബോയ്സിൽ ആരെങ്കിലും ഒരാളെ എടുത്തു പോയിട്ട് നീ പ്രപ്പോസ് ചെയ്യണം. ആൻഡ് നീ പ്രപ്പോസ് ചെയ്യുന്ന വേ കണ്ട് ആ ബോയ് ബ്ലഷ് ആയിട്ടുണ്ടെങ്കിൽ നീ വീൻ ചെയ്യും. ഓക്കെ, ടാസ്ക് ആക്സെപ്റ്റഡ്. Hey Judah, my senior. I never believed in love at first sight, but after I met you, I started believing in it. I don't know how to say this perfectly, but every time I look at you, something in my chest shifts. You make the world feel softer, calmer, almost like a home. I tried ignoring it, hiding it, pretending it was nothing, but it's not. It's real and it's growing stronger every single day. So let me say it clearly. I like you deeply, honestly, more than just a passing feeling. If you will let me, I want to stand beside you, care for you, and build something beautiful with you. Will you be mine? Oh my God, Davian, you are blushing. No. ആടാ, നീ ബ്ലഷ് ചെയ്യുന്നുണ്ട്. ചോട്ടു, സത്യം പറഞ്ഞതാ. മിണ്ടാണ്ടിരിക്കി. So you win, Judah. Next task for... Really? ആനേ, ആച്ചൊക്കെ 2-3 ഡയലോഗ് ഇട്ടപ്പത്തിന് ഇവൻ ബ്ലഷ് അടിക്കാൻ തുടങ്ങി. എന്റെ പൊന്നുമോനെ, അവിടെ നല്ല ചൂടായിരുന്നു. അത് കാരണമാണ് എനിക്ക് അങ്ങനെ മുഖമൊക്കെ ചുമന്നത്. ഞാൻ വിശ്വസിക്കൂല, ഞാൻ വിശ്വസിക്കേയില്ല. കാരണം എത്ര ചൂടുണ്ടെങ്കിലും നീ ഇങ്ങനെ ചുമക്കാറില്ല. ഇതെന്തൊരു കഷ്ടമാണ്. ഇത് എനിക്ക് ചുമക്കാനും പാടില്ല. ഞാൻ മനുഷ്യനില്ലേ? സമ്മതിച്ച് താടി കുട്ടാ. You fall in love with him. യോജു, നീ ഇവന്റെ പോലെ തുടങ്ങല്ലേ. എന്റെ കൊച്ചു പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അതാണ് സത്യം. Why would I fall in love with someone who I don't even know? That is called love at first sight ഡാ. ഒന്ന് പോട പട്ടി. ഡേവി. ആ മിസ്സേ. വാ. എന്താ മിസ്സേ? ഒരു കാര്യമുണ്ട്, നീ വാ. ആ
സോ സ്റ്റുഡൻസ്, ഈ മ്യൂസിക് ബാൻഡിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഒരു ഓൾഡ് ശിഷ്യനാണ് ഈ നിൽക്കുന്നത്, ഡാമിയൻ. ഈ ചെക്കൻ ആദ്യമൊന്നും വലിയ പാടാൻ ഇൻട്രസ്റ്റ് കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിന്നാലെ നടന്ന് ഞാൻ ഇവനെ പഠിപ്പിച്ചാണ് ഇവൻ പൊളിയായിട്ട് പാടാൻ തുടങ്ങിയത്. എന്തായാലും നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പഠിപ്പിച്ച് വിട്ട ഏതെങ്കിലും ഒരു പാട്ടുകാരനെ കാണിച്ചു തരുമെന്ന്. ദേ ഇതാണ് കക്ഷി. അതെ അതെ, ഞാൻ തന്നെ. എന്നാ പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഒരു പാട്ട് പാടിത്താ സീനിയർ. ഈ അശ്രീരി ഞാൻ എവിടെയോ ഇവനോ? അതെ സീനിയർ, ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരൂ പ്ലീസ്. യെസ് സീനിയർ, ഇത്രയും ഹാൻസം ഫേസ് വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരണമെന്ന് മാത്രം പറയല്ലേ. അതെ സീനിയർ, പ്ലീസ് പ്ലീസ്. ഓ, ഈ പെൺകുട്ടികളെ കൊണ്ട് നിങ്ങളെ പോലുള്ള സുന്ദരി കുട്ടികൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പാടിത്തരാൻ പറ്റില്ലെന്ന് പറയാം. പാടിത്തരാം. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയ മൃദുല തന്ത്രേന്തി ദേവാമൃതം. ഹേയ്, എക്സ്ക്യൂസ് മീ സീനിയർ. എന്തു വേണം? സീനിയറിനോട് അവിടെ വെച്ച് ആദ്യം പാടാൻ പറഞ്ഞത് ഞാനല്ലേ? അതെ. അതിനെന്തിനിങ്ങനെ എടുത്തോട്ട് വരുന്നേ? പിന്നെന്തിനാ പെൺകുട്ടികൾ പറഞ്ഞോണ്ട് പാടിയതാന്ന് പറഞ്ഞത്? കാരണം അവര് പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ പാടാന്ന് വിചാരിച്ചത്. ആണോ? ആണ്. മുഖത്തോക്കി പറ. അവര് പറഞ്ഞത് കേട്ടിട്ടാണോ പാടിയത്? എനിക്ക് പറയാൻ സൗകര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് തന്നെയാണ് പാടിയത്. അങ്ങനെയൊന്നുമില്ല. മാറി, ഞാൻ പോണു. എന്റെ ചോട്ടൊന്ന് വേഗം പാടാ. എന്തൊരു കഷ്ടമാണ്. എന്റെ പെണ്ണിനോടൊന്ന് സംസാരിക്കാൻ സമ്മതിക്കരുത് കേട്ടാ. എടാ, അവള് ഇവിടെ ഉള്ളതല്ലേടാ. എന്റെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് അവിടെ ഉണ്ടാവില്ല. എനിക്ക് വേണം. അതൊക്കെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് കൂടി. നാറി, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ അവിടെ അത് ഇല്ലെങ്കിൽ നിന്നെ കൊല്ലോടാ ഞാൻ. ഓ എന്റെ മുത്തേ, അതവിടെ ഉണ്ടാവും. നീ പേടിക്കല്ലേ. ഉണ്ടായാ മതി. ചേട്ടാ, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. അയ്യോ മോനെ, അത് തീർന്നല്ലോ. അവസാനത്തെ ആ കൊച്ചു വാങ്ങിച്ചോണ്ട് പോയി. ഈശ്വര, ഇനി ഇവിടെ നിന്ന് ഇവൻ എന്നെ തല്ലിക്കൊല്ലു. അവിടെ നിന്നോ ചോട്ടു, ഇല്ലെങ്കിൽ നീ നാളത്തെ സൂര്യോദയം കാണൂല. എടാ, ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ടാവുന്ന്. പക്ഷെ എന്ത് ചെയ്യാനോ, നമുക്കിപ്പോ പുറത്തു പോയിട്ട് കഴിക്കാം. എനിക്ക് ഇവിടത്തെ തന്നെ വേണം. വേഗം ഉണ്ടാക്കിത്താ. എന്താണ് നീ ഒരുമാതിരി സൈക്കോന്റെ പോലെ? ഞാൻ ആ ചേട്ടന്റെ കയ്യും കാലും പിടിച്ചിട്ട് അതിലുണ്ടാക്കി തരാം. എങ്കിൽ നിനക്ക് കൊള്ളാം. ഓയ് സീനിയർ. ഓ ഈ നാറ്. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേ, ഇത് ഞാൻ തനിക്ക് വാങ്ങിച്ചതാ. എന്താ അത്? ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. അതും ഈ ചേട്ടൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. ഇത് താൻ എനിക്ക് വാങ്ങിച്ചതാണോ? പിന്നല്ലാതെ എന്റെ സീനിയർ അല്ലാണ്ട് വേറെ ആർക്കും ഞാനിത് വാങ്ങിച്ചെടുക്കാം. ഏഞ്ചലി, യു ആർ മൈ ഏഞ്ചൽ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ സ്വർഗത്തിൽ പോയനായിരുന്നു. ഇവിടെ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോ ഒന്ന് മാറും. ഞാൻ എന്റെ സീനിയറിനോടൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചോ, ഇഷ്ടം പോലെ സംസാരിച്ചോ, ഒരു കുഴപ്പമില്ല. ചോട്ടു. സീനിയർ അവൻ പൊക്കോട്ടെ, നമുക്ക് സംസാരിക്കാലോ. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്നാലും അത്രയും ക്യൂവിൽ നിന്ന് ഈ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്, അതും സീനിയറിന് വേണ്ടി ഞാൻ കാത്തു വെച്ചപ്പോ അതിന്റെ ഒരു നന്ദിയെങ്കിലും പറഞ്ഞൂടെ? ഇതിന് ഞാൻ പറഞ്ഞോ തന്നോട് എനിക്ക് വേണ്ടി അത് വാങ്ങിക്കാൻ? ഓ, എന്നാ സീനിയറിന് വേണ്ടെങ്കിൽ എനിക്ക് താ, ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്തായാലും എനിക്ക് തന്നല്ലേ, തന്നത് തിരിച്ചു വാങ്ങിക്കാനൊന്നും പാടില്ല. ഓ ഓക്കെ. എന്നാലും ഒരു നന്ദി. താങ്ക് യു. ഓ, അതിനത്ര സ്നേഹം പോരാ. എന്നാലും നെക്സ്റ്റ് ടൈം താങ്ക് യു പറയുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ടൈം നിന്നിൽ നിന്നും എനിക്ക് ഒരു ഉപകാരവും വേണ്ട. അങ്ങനെ പറയല്ലേ, ചിലപ്പോ വേണ്ടി വന്നാലോ. വേണ്ടി വരില്ല. വിചാരിച്ചതുപോലെ അത്ര സിമ്പിളല്ലേ ഈ ചെക്കനൊന്ന് വീഴ്ത്താനായിട്ട്. ഞാൻ കുറെ പാടുപെടും. ഹേ, ഗുഡ് മോർണിംഗ് സീനിയർ. എന്താ? എനിക്ക് ഈ ടെക്സ്റ്റ് വായിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ മിസ്സാ പറഞ്ഞത് സീനിയറിന്റെ അടുത്ത് ചോദിച്ച് സീനിയർ എന്നെ പഠിപ്പിച്ചിരുന്നു. സോ എന്നെ പഠിപ്പിച്ചു തരോ? പഠിപ്പിച്ചു തരാം, പൈസ തരണം. ഓക്കെ, എത്ര രൂപ വേണം? ഓ, അപ്പൊ ഒരു 5000 എടുക്ക്. എന്നാ 5000 രൂപ. നീ ഇത് സീരിയസ് ആയിട്ട് എനിക്ക് തന്നതാണോ? ആ, സീനിയർ അല്ലേ പറഞ്ഞ പൈസ എന്താ പഠിപ്പിച്ചു തരാന്ന്. ഇത് തിരിച്ചു വെക്കി. എനിക്കൊന്നും വേണ്ട, ഞാൻ പഠിപ്പിച്ചു തരാം. വാ.
ഏത് ചാപ്റ്ററാ? ദേ ഈ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, ലിസൺ ഹിയർ. എന്താ സീനിയർ? ടെക്സ്റ്റ് നോക്ക്, അല്ലാതെ എന്റെ ചുണ്ടിലും കണ്ണിലല്ല നോക്കണ്ടേ. സോറി സീനിയർ. ബേബി, ഇന്ന് എന്റെ ബേബി കുളിച്ചോ? അന്ത കുളിച്ചപ്പോ എന്നെ വീഡിയോ കോൾ ചെയ്യാതിരുന്നേ? പിന്നെ ഞാൻ കുളിക്കുമ്പോ തന്നെ വീഡിയോ കോൾ ചെയ്യാറുള്ള പതിവ്. അങ്ങനെയല്ല, എന്നാലും ചുമ്മാ ഒന്ന്. ഞരമ്പ കുറച്ചു ദിവസമായിട്ട് നിനക്ക് നല്ല ഞരമ്പ് കൂടിയിട്ടുണ്ടേ. ഓ, ഒന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, ഞാൻ കണ്ടെന്ന് വെച്ചാ എന്താ? അയ്യടാ, കെട്ട് കഴിഞ്ഞിട്ട് മതി എന്തു. ഓക്കേ, എന്റെ ഭാര്യ പറഞ്ഞ പോലെ. ചോട്ടു, എന്താ ഡാമി? എടാ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഗ്രൂപ്പില്ലേ, അതിന്ന് നീ ഒന്ന് ലെഫ്റ്റ് ആക്കട്ടെ എല്ലാരെയും. ഓക്കേ, മൊളിസ ലൈനിൽ നിൽക്കട്ടോ, ഞാൻ ഒന്ന് റിമൂവ് ആക്കട്ടെ. റിമൂവ് ആക്കിയാ ആടാ. എന്തിനാടാ തല്ലിയെ? ഗ്രൂപ്പിൽ നിന്ന് നിന്നോട് റിമൂവ് ആക്കാനാ പറഞ്ഞത്, അല്ലാണ്ട് നിന്നോട് ലെഫ്റ്റ് ആവാനല്ല. ഞാൻ അങ്ങനെ ചെയ്തേ? ആ, അല്ലെങ്കിൽ നീ എങ്ങനെ അവളായിട്ട് എപ്പോ കോൾ ചെയ്താലും ചുറ്റുള്ളതൊന്നും അവന് കാണൂല. വേണമെന്ന് വിചാരിച്ചിട്ടില്ല, ചിലപ്പോ കൈ കൊണ്ടതായിരിക്കും. ദേ എന്റെ കൈ അകലത്തിൽ നിന്ന് മാറി നിന്നു, തല്ലി കൊല്ലും ഞാൻ. ഓക്കേ, ഐ ആം ലീവിംഗ്. ഓരോ പണി ഒപ്പിക്കാനായിട്ട് ഇപ്പൊ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരാ? ഈശ്വര, ഇവനാ? ഓ, ഇനിയിപ്പൊ അവനോട് ചാറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. എന്റെ കർത്താവേ, ചാറ്റ് ചെയ്യണോ? കോൾ ചെയ്താ പോരെ? അതാ നല്ലത്. ചാറ്റ് ചെയ്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. ഹലോ ഹലോ, ആരാ? ഓ, അപ്പൊ എന്റെ നമ്പർ സേവ് അല്ല. ഹലോ, ക്യാൻ യു ഹിയർ മീ? ജൂടെ അല്ലേ ഇത്? അയ്യോ അല്ല കേട്ടോ, ഞാൻ അവന്റെ ഫ്രണ്ടാ, ഞാൻ ഇപ്പൊ കൊടുക്കാവേ. ആ ഓക്കെ. ഹലോ ഹലോ സീനിയർ. ഹലോ. സോറി സീനിയർ, ഞാനൊരു പണിയിലായിരുന്നു, അതാ ഫോൺ എടുക്കാണ്ടിരുന്നത്. എന്താ സീനിയർ, കാര്യം പറയൂ. ബൈ ചാൻസ് ഡിഡ് യു മിസ് മീ? അതൊന്നുമല്ല. അത് പിന്നെ അന്ന് ചോട്ടു ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനോട് ലെഫ്റ്റ് ആക്കാൻ പറഞ്ഞപ്പോ അവനായിട്ട് ലെഫ്റ്റ് ആക്കി. ഇപ്പൊ അഡ്മിൻ നീയാ. നീ എല്ലാവരെയും പിടിച്ചൊന്ന് ലെഫ്റ്റ് ആക്കാൻ വേണം, ആ ഗ്രൂപ്പ് ഡിലീറ്റ് ആക്കാൻ വേണം. ആ ഗ്രൂപ്പ് അവിടെ കിടന്നാലിപ്പോ എന്താണ്? ആ ഗ്രൂപ്പിന്റെ ആവശ്യമില്ല, അതുകൊണ്ട്. ഓക്കെ, ഞാൻ ലെഫ്റ്റ് ആക്കാം. പകരം എനിക്ക് എന്ത് കിട്ടും? വാട്ട് യു മീൻ? അല്ല, ഞാൻ അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോ സീനിയർ ഇങ്ങോട്ടൊരു സഹായം ചെയ്യണ്ടേ? ഓ, എന്താണാവോ ജൂനിയറിന് വേണ്ട സഹായം? അതൊന്നുമല്ല, നാളെ എന്റെ കൂടെ ഒരു കോഫി ഷോപ്പിൽ വന്ന് കോഫി കുടിക്കോ? നാളെ ഞാൻ ബിസിയാണ്. എന്നാൽ അതിന്റെ നെക്സ്റ്റ് ഡേ. ഞാൻ ഈ മാസമേ ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് മന്ത്. ഓ ശരി, ഞാൻ നാളെ വരാം. അപ്പന്നെ ഒഴിവാക്കാൻ നോക്കിയതാണല്ലേ? ഞാൻ അങ്ങനെ ഒഴിവായി പോവില്ല സീനിയർ, ഞാൻ സീനിയറിന്റെ കൂടെ ഉണ്ടാവും. എന്തിന്? നീ എന്റെ ലവർ ഒന്നല്ലല്ലോ. എന്നാലും ഞാൻ സീനിയർ ജൂനിയർ അല്ലേ? മാത്രല്ല ഇനി എങ്ങാനും ലവർ ആയാലോ? അയ്യോടാ, അത്ര വലിയ മോഹമൊന്നും വേണ്ട കേട്ടോ. എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അയ്യോ, ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? ഓ, ഹലോ ജൂഡ. ഞാൻ പ്രതീക്ഷിച്ചേ വിളി. എന്താ സീനിയർ? നാളെ ഏത് കോഫി ഷോപ്പിലാ ചായ കുടിക്കാന്ന് പറഞ്ഞത്? സീനിയർ ഇഷ്ടമുള്ള കോഫി ഷോപ്പ് പറഞ്ഞോ, ഞാൻ അവിടെ വരാം. കോളേജിന്റെ അടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്, ജെ എന്ന് പറഞ്ഞിട്ട്, അവിടെ കാണാം. ഓക്കേ. എന്തൊട്ടാണ്ട് ഈ തേച്ചുകൊണ്ടിരിക്കുന്നേ? കണ്ടൂടെ പാന്റ്? നീ എങ്ങോട്ട് പോണ്? നാളെ ഞാൻ ഒന്ന് പുറത്തു പോണ്. ഞാനും വരാം. വേണമെന്നില്ല. ഓ, അപ്പൊ ഞാൻ അല്ലാണ്ട് നീ പുറത്തൊക്കെ പോവല്ലേ? കാണിച്ചാരാടാ, ഞാൻ കാണിച്ചു തരാം. ഇവനെന്താ വയ്യേ? ഒരു നാൾ ഞാനും ചേട്ടനെ പോലെ വളരെ വലുതാകും. അയ്യോ, എന്റെ പാന്റ്! ഈശ്വര, ഇത് ചെയ്തവനെ കാണിച്ചു തരണേ.
അയ്യോ ഡാ വിട്രാ എന്റെ ചന്തി. ഞാൻ നിന്നെ പുറത്ത് കൊണ്ടാത്തതിന്റെ പേരിൽ നീ എന്റെ പാന്റ് കരിച്ച് കളയോടാ പന്നി. എന്റെ പൊന്നടാവേ, ഞാൻ അതൊന്നും കരിച്ചിട്ടില്ലടാ എന്റെ വിടറാ. പിന്നെ എങ്ങനെയാടാ ഇതിന് ഓട്ടം വന്നത്? അതെനിക്കാണറിയാം, നീയല്ലേ വെച്ചിട്ട് പോയേ. ഞാനൊന്നല്ല, നീ തന്നെയാണ്. ശരിയാക്കി തരാടാ നിന്നെ ഞാൻ. അയ്യോ വീട്ടുകാരെ ഹൗസോണ്ട് എന്റെ കൂട്ടുകാരെന്റെ ചന്തി വിളിക്കണേ. എന്താ 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 പ്രശ്നം? ഇത് നോക്കു വഞ്ച ചേച്ചി, ഇവൻ എന്റെ പാന്റ് കരി ചേച്ചിക്കുന്നു. ഈശ്വര, എന്തിനാ ചോട്ടു അങ്ങനെ ചെയ്തത്? എന്റെ പൊന്നു വനജ ചേച്ചി, ഞാനാണ് ചേച്ചിയാണ് ഇവനാണ്. ഞാനിവിടെ പോത്തുപോലെ കിടന്ന് ഉറങ്ങായിരുന്നു. ഇതെങ്ങനെ കരഞ്ഞെന്ന് എനിക്കറിയാൻ പാടില്ല. CCTV ഉള്ളതല്ലേ, അത് ചെക്ക് ചെയ്. ആരത് കരിച്ചതെന്ന് നമുക്കപ്പ കാണാം. ആ അതെ, എന്റെ സത്യസന്ധത എന്താന്ന് തെളിച്ചു കൊടുക്ക്. അയ്യമ്മ വേണ്ട, അത് ഞാനുണ്ടല്ലോ കളിക്കാൻ വേണ്ടി എടുത്തതാ. എന്നിട്ട് അത് മറച്ചു വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പൊ നോക്കിയില്ല, അത് ഞാൻ കരിഞ്ഞത്. ശരി, കണ്ടാടാ കണ്ട, നിന്റെ കൂട്ടുകാരനായ എന്നെ നീ ഇത്രയും തെറ്റിദ്ധരിച്ചില്ലേ? എന്റെ ചന്തി നാളെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ചോട്ടോ, ഐ എം സോറിടാ. പോടാ തെണ്ടി, എന്റെ ഭാവിയിലുള്ള കുഞ്ഞുങ്ങളെ കാത്തോളേ. ഹായ് സീനിയർ, എന്താ ലേറ്റ് ആയ? ട്രാഫിക്. ഓക്കെ, ഫുഡ് പറയട്ടെ ഞാൻ. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, ജസ്റ്റ് ടീ മാത്രം മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. സാർ, വാട്ട്സ് യുവർ ഓർഡർ? 2 coffee, 2 chocolate cake and 2 chocolate ice cream. ചോക്ലേറ്റ് എന്റെ ഫേവറേറ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായേ? I'm watching you, so I know that. So you are a stalker? No senior, ഞാൻ ഡെയിലി കാണുന്നതല്ലേ, അങ്ങനെ മനസ്സിലായി. And you look so handsome today. Oh, thank you. You too. പിന്നെ താൻ എന്റെ ഇഷ്ടം നോക്കി താനും ചോക്ലേറ്റ് വാങ്ങിക്കണമെന്നില്ല. തന്റെ ഇഷ്ടത്തിനുള്ളത് വാങ്ങിച്ചോ. പക്ഷെ ഇപ്പൊ എന്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്: ചോക്ലേറ്റ്, സീനിയർ, മിൽക്ക് ഷേക്ക്, ലൈബ്രറി, എക്സെട്ര. You know, it's cringe. Yeah, I know, but I love cringe. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ കവിളത്തെ സിന്ദൂരത്തിൻ രാഗപരാഗങ്ങൾ നിന്നിലെ നീഹാരബിന്ദുവിൽ ഞാൻ സൂര്യനായി വന്നൊളിച്ചിരുന്നേ എന്നും ഞാൻ കരവിൽ കണ്ടൊരു കൺമണിയാളിവാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. എന്താണ് മോനെ കണ്ണു തുറന്ന് സ്വപ്നം കാണണേ? ഏടാ, എനിക്ക് ചൂടേനോട് എന്തോ ഒരു ഫീലിങ്സ് ഉള്ളതുപോലെയല്ല ഉണ്ട്. പോടാ, ഞാനത് ഉറപ്പ് വരുത്തിയിട്ടൊന്നുമില്ല. എന്നാ ഞാൻ ഉറപ്പ് വരുത്തി കാണിച്ചു തരട്ടെ. എങ്ങനെ? ദേ അങ്ങോട്ട് നോക്കൂ. ഇവനെന്തിനാ അവരോട് ചിരിച്ച് സംസാരിക്കുന്നേ? ഇപ്പൊ ഉറപ്പായില്ലേ? എങ്ങനെ? നീ ഇപ്പൊ ജലസായില്ലേ? അവൻ എല്ലാവരോടും സംസാരിച്ച നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടണേ? ഓ, അത് ശരിയാണല്ലോ, എനിക്ക് ജലസ് വന്നതാ. ആടപൊട്ട. പക്ഷെങ്കിലും ഞാനായിട്ട് അവനോട് ഇഷ്ടം പോയി പറയില്ല, അവനായിട്ട് വന്ന് പറയട്ടെ. എന്തേ ഈഗോ ഹേർട്ടായാ? അങ്ങനെയല്ലടാ, ഇത്രയും നാൾ അവന്റെ അടുത്ത് ജാടിട്ട് നിന്നിട്ട് പെട്ടെന്ന് പോയി ഇഷ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? അവനായിട്ട് വന്ന് പറയട്ടെ. കാണാം കാണാം. Senior, can you come with me? Yeah, sure. ഇത് ഞാൻ സീനിയറിന്റെ മനസ്സിനോർത്ത് എഴുതി ഉണ്ടാക്കിയ പാട്ടാണ്. ഇതൊന്ന് കേട്ടു വെക്കോ. നിന്നെ കാണാൻ വാക്കുകൾ തേടും മനസ്സിൽ ഒരു ഗാനം വീണു ഇരുളിൽ വെളിച്ചമാവും നീ പ്രണയമേ പ്രണയമേ എന്നെ നീ കേൾക്കുമോ മിഴികൾ തുറന്നാലും അടച്ചാലും നീ മാത്രമേ മനസ്സിൽ. സീനിയർ
ഐ ലവ് യു. വിൽ യു ബി മൈ ബോയ് ഫ്രണ്ട്? ഇങ്ങനെ പാട്ടൊക്കെ പാടി വളച്ച ഞാൻ വീഴുന്ന് കരുതിയോ? എന്താ സീനിയർ, ഇഷ്ടല്ലേ എന്നെ? ശരി ശരി, ഐ ലവ് യു ടു ആൻഡ് ഐ വിൽ ബി യുവർ ബോയ് ഫ്രണ്ട്. ഓ മൈ ഗോഡ്, ഐ ആം റിയലി ഹാപ്പി. താങ്ക് യു സീനിയർ. വിഷ് മൈ മിഷൻ വാസ് കംപ്ലീറ്റഡ്. എന്റെ മോനെ, ഹാപ്പി ടു ഹിയർ ദാറ്റ്. അവസാനം നീ കണ്ടിഷ്ടപ്പെട്ട ചെക്കനെ തന്നെ നീ വളച്ചെടുത്തല്ലോ. ഹാപ്പിനെങ്ങനെ നമ്മുടെ പഴയ പണിക്ക് തന്നെ ഇറങ്ങല്ലേ? തീർച്ചയായും. So welcome back, Mafia King Jude Isaac. Yeah, thank you. Boss, the correct location is near you. From your right side, there is a small land. He is standing there. Okay. Oh damn, it's starting to rain. The rest of you go towards his side. I will come from another route. Okay, boss. Hi. കുട എടുത്തില്ല അല്ലേ? ഇന്ന് ശക്തമായ നല്ല മഴയായിരിക്കും. ഒരു പണി ചെയ്യും, എന്റെ കുട വെച്ചേക്ക്. എന്റെ ടാക്സി തന്നു, ഞാൻ അതിലാ പോകുന്നത്. എനിക്കെന്തായാലും ഇനി കുട വേണ്ട, താൻ പിടിച്ചോ. അപ്പൊ ശരി, ബൈ. Wait, what's your name? ഇറ്റ്സ് ഡാമിൻ അലക്സാണ്ടർ. യു ക്യാൻ കോൾ മീ ഡാമി. ചുട, നീ എന്താ ആലോചിക്ക? ആർ യു ലിസണിംഗ്? I want him. ഹാ? ഇപ്പൊ ഞാനൊരു പയ്യനെ കണ്ടു. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓ ഓക്കെ, ഫസ്റ്റ് നീ അവനെ പോയി പിടിക്കേ. It's Damien Alexander, third year student. His father is a businessman, mother is housewife. Only have a best friend. Best friend name is Charan. I don't want to hear that type of things. I just want to know he's single or committed. He is single. Okay. He's gay or straight? Yes, he is gay. Fine. അവന്റെ കോളേജിലെ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ രണ്ടുപേരും ജോയിൻ ചെയ്യുന്നു. ഞാൻ എന്തിനാ? നീ അല്ലാതെ ഞാൻ എന്തിനു ചെയ്തിട്ടുണ്ടോ? സോ യു നീഡ് ടു കം വിത്ത് മീ. Okay, okay. Once he is mine, we will leave from there. Okay, fine. Hi, baby. Senior. No, you are my baby and I'm your daddy.